അപ്പൊ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ലാലേട്ടന്റെ പുതിയ പടമല്ല ഋഷഭ എന്ന മൂവിയുടെ ഒഫീഷ്യൽ ടീസർ ഇന്നലെ ലാലേട്ടൻ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അത് ഇന്നലെ തന്നെ ഞാനത് വീഡിയോ റിയാക്ട് ചെയ്ത് തരണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇന്നലെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് പിന്നെ കുറച്ച് ടൈമിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ പിന്നെ കണ്ടില്ല. അപ്പൊ നമ്മൾ ഇന്നത് കണ്ട് റിയാക്ട് ചെയ്ത് നമുക്ക് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നലെ 2 ദിവസം മുമ്പായിരുന്നു ലാലേട്ടൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ പേജിൽ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ടീസർ വന്നു. ഇനിയിപ്പോൾ ട്രെയിലർ വരാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടീസറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പ്ലേ ചെയ്യാം. അഭിഷേക് കുഴപ്പമില്ലാതിരി ചെയ്തിട്ടോ. കാരണോ ആയിരിക്കും ലാലേട്ടൻ കേട്ടോ. ആയിരിക്കും ലാലേട്ടൻ. നല്ലൊരു ഫൈറ്റ്. റീബോൺ ലവ് എ ലവ് സോ സ്ട്രോങ് ഇറ്റ്സ് വിത്ത് ഹിസ് ഡെത്ത്. ഒരാളുകൂടി ഉണ്ടല്ലോ ലാലേട്ടന്റെ കൂടെ തന്നെ, ഒരാളുകൂടി ഉണ്ടായിരുന്നു ഫൈറ്റ് എടുക്കാനായിട്ട്. ആരാന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ പുള്ളിപ്പുള്ളിയുടെ പഴയ കാര്യങ്ങളെന്തോ ഓർക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയായിരിക്കും. ഡയറക്ടർ ഡയറക്ടർ ബൈ നന്ദകിഷോർ. നന്ദകിഷോർ ആൻഡ് ടീം എന്ന് എഴുതിയാണ്. നന്ദകിഷോറിന്റെ വേറെ പടം ഓർക്കണില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ടീസർ കണ്ടു. ടീസറിലാണ് ഒരുപാട് കാര്യങ്ങൾ കാണിക്കില്ല. മോഹൻലാലിന്റെ ജസ്റ്റ് ലുക്കും പിന്നെ ചെറിയൊരു ഫൈറ്റ് സീനും അങ്ങനെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ട്രെയിലർ തന്നെ ഉടനെ തന്നെ എടുത്തുന്നുണ്ടാവും. ഇത് ആശീർവാദ് സിനിമാസ് പ്രൈവറ്റ് ലിമിറ്റഡ് റിലീസ്. ഓക്കെ, അപ്പോൾ ഇത് 3-4 ലാംഗ്വേജിലായിട്ട് ഇറങ്ങണം. അപ്പോൾ മിക്കവാറും ഇത് അടിപൊളി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത പടം നമുക്കിനി കാന്താരയുടെ ട്രെയിലർ വേണ്ടി 22-ാം തീയതി. അപ്പോൾ അത് റിയാക്ട് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ 2-ാം തീയതി കാന്താര കാണാൻ പോകുന്നുണ്ട് ഫസ്റ്റ്. എന്നിട്ട് റിവ്യൂ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്കായി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും